ദിവസത്തിനകത്ത് ഇപ്പൊ ലൈവില് ശൈത്യ ഒരുപാട് കാര്യങ്ങൾ അനുമോളെ കുറിച്ച് പറയുന്നുണ്ട്. അനുമോള് പറയുന്നതെല്ലാം കള്ളത്തരമാണെന്നും, കാർ എടുത്തതൊന്നും ലോൺ അല്ലെന്നും, വീടെടുത്തതൊന്നും ലോണും അല്ലെന്നുമാണ് ഇപ്പൊ ശൈത്യ പറയുന്നത്. ഫുൾ കള്ളത്തരമാണ് പറയുന്നതെന്നും, ഇഷ്ടംപോലെ പൈസ അനുമോളുടെ കയ്യിലുണ്ടെന്നുമാണ് പറയുന്നത്. പിആറിന് പൈസ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് ഇപ്പൊ ശൈത്യ പറയുന്നത്. പിആറുകൾ പുറത്ത് ശൈത്യം നല്ലതുപോലെ ആക്രമിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം ശൈത്യ ഇപ്പം പറയുന്ന വിഷയം എന്ന് പറയുന്നത് അനുമോളെ പറഞ്ഞല്ലോ ശൈത്യയെ ബാക്ക് സ്റ്റാബ് ചെയ്തെന്ന്. അപ്പൊ അതെന്താണെന്ന് അറിയാനാണ് ശൈത്യ ഇപ്പം ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് തന്നെയെന്ന് പറയുന്നു. അനുമോള് പറയണം ഞാൻ എന്താണ് പറഞ്ഞതെന്നും പറഞ്ഞു. അപ്പം ആരോ ഒരു പ്രണയം ഉണ്ടെന്നുള്ള കാര്യം ശൈത്യ പറഞ്ഞതായിട്ടാണ് ഇവിടെ അനുമോള് പറയുന്നത്. അപ്പം വിഷയം വേറൊന്നുമല്ല. എന്തോ ഒരു ഏതോ ഒരു പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസറുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഇവിടെ പറയുന്നത്. അനുമോള് പറയുന്ന ആ പ്രൊഡ്യൂസറുമായി ആ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡ്യൂസർ ഒരുപാട് പേരുദോഷം കേട്ടെന്ന് പറയുന്നു. അപ്പൊ ആ പുള്ളിക്കാരന്റെ പേര് വെച്ചാണ് ഇവിടെ നമ്മുടെ ശൈത്യ പറഞ്ഞിരിക്കുന്നത് എന്ത് അനുമോൾക്ക് പ്രണയം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അനുമോള് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷെ അതിന്റെ പേരിൽ അനുമോളും കുറെ കേട്ടിട്ടുണ്ടെന്നും അനുമോളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശൈത്യ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല എന്ന് ശൈത്യ പറയുന്നുണ്ട്. പക്ഷേ ശൈത്യ അനുമോളെടുക്കെ പുറത്തുനിന്ന് വന്നവർ പറഞ്ഞത് ബാക്ക് സ്റ്റാബ് ചെയ്ത സംഭവം എന്ന് പറയുന്നത് അന്നില്ലേ ജിസേല് കുറെ ആണുങ്ങളുടെ കൂടെ എല്ലാ ആണുങ്ങളും കൂടെ നിൽക്കുന്ന എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടാവുന്നല്ലോ. അപ്പൊ ശൈത്യം കൂടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അന്നത്തെ ദിവസം ഇല്ല വീഡിയോ കാണിക്കുന്ന ലാലേട്ട വീഡിയോ കാണിക്കുന്ന സമയത്ത് ശൈത്യം അങ്ങ് കാല് മാറിയിട്ട് ഏഹ് ഈ ജിസേലിനോട് പറയുന്നുണ്ട്. ഞാനല്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാ ശൈത്യ പറയുന്ന ബാക്കി അങ്ങോട്ട് കാണിക്കുന്നില്ല. അനുമോള് പറയുന്നതും ശൈത്യ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതുമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ അന്ന് ശൈത്യം പറയുന്നുണ്ട് കുറെ ആണുങ്ങള് ഈ ആരുടെ ജിസേലിന്റെ പിന്നാലെ നടക്കുകയാണെന്ന്. അപ്പൊ ആ സംഭവത്തെയാണ് പുറത്തുനിന്ന് വന്നവര് ബാക്ക് സ്റ്റാബ് എന്ന് പറയുന്നത്. പക്ഷെ ശൈത്യ ഇവിടെ പറഞ്ഞത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ശൈത്യ